എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിൽ അതീവ മഹത്വം വഹിക്കുന്ന ഒരു വിശേഷ ദിനമാണ് തൈപ്പൂയം. തമിഴ് കലണ്ടറിലെ തൈമാസ പൂയം നക്ഷത്രം ഉദിക്കുന്ന ദിവസമാണ് തൈപ്പൂയമായി ആചരിക്കുന്നത്. ഈ ദിവസം മുരുകഭഗവാന്റെ ദിവ്യശക്തി ഭൂമിയിൽ പൂർണ്ണമായി പ്രാവർത്തികമാകുന്നു. തൈപ്പൂയം വെറും ഒരു ഉത്സവമല്ല, അത് മുരുകയുഗത്തിൻ്റെ ആത്മീയ ഊർജം മനുഷ്യരിലേക്ക് ഒഴുകുന്ന മഹാകാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. സനാതന ധർമ്മ ദർശനത്തിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾ പ്രസിദ്ധമാണ്. എന്നാൽ സിദ്ധർ പാരമ്പര്യവും തമിഴ് ആത്മീയ ദർശനവും പറയുന്നത് കലിയുഗത്തിൻ്റെ അന്ധകാരം അകറ്റി ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുന്നു എന്നതാണ്. അതാണ് മുരുകയുഗം. മുരുകയുഗം എന്നത് ജ്ഞാനത്തിൻ്റെ യുഗമാണ്. ധൈര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും അഹങ്കാരനാശത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും കരുണയുടെയും യുഗമാണ്. ഈ യുഗത്തിൻ്റെ അധിപൻ മുരുകഭഗവാൻ തന്നെയാണ്. തൈപ്പൂയ ദിവസം പാർവതി മാതാവ് മുരുകഭഗവാന് ജ്ഞാനശക്തിയുടെ പ്രതീകം ആയ വേൽ നൽകിയ ദിനമായാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഈ വേൽ ഉപയോഗിച്ചാണ് മുരുകഭഗവാൻ സുരപത്മനെ വധിച്ച് അധർമ്മത്തെ നശിപ്പിച്ചത്. അതിനാൽ തൈപ്പൂയം ദുഷ്ട പ്രവണതകളെ ജയിക്കുന്ന, അജ്ഞാനത്തെ അറിവിലൂടെ തോൽപ്പിക്കുന്ന, ആത്മശുദ്ധിയുടെയും തപസ്സിൻ്റെയും ദിനം എന്ന നിലയിൽ അറിയപ്പെടുന്നു. മുരുകയുഗത്തിൽ മനുഷ്യൻ പുറമേയുള്ള ദൈവത്തെക്കാൾ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയണം. മുരുകഭഗവാൻ ഒരു ദൈവരൂപം മാത്രമല്ല, ഭഗവാൻ ആത്മജ്ഞാനത്തിൻ്റെ ഗുരുവാണ്. അറിവാണ് ശക്തി എന്ന സന്ദേശമാണ് മുരുകയുഗത്തിൻ്റെ ആധാരം. തൈപ്പൂയ ദിവസത്തിൽ ചെയ്യുന്ന കാവടിയെടുക്കൽ, വ്രതം, ഉപവാസം, നാമജപം, സേവനം ഇവയെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലെ അഹങ്കാരവും കർമ്മബന്ധങ്ങളും അഴിച്ചുമാറ്റാൻ സഹായിക്കുന്നു. അതുവഴി ഒരാൾ മുരുകയുഗത്തിൻ്റെ സ്പന്ദനത്തിലേക്ക് കടക്കുന്നു. തൈപ്പൂയം ഒരു ദിവസത്തേക്കുള്ള ഉത്സവമല്ല, അത് മുരുകയുഗത്തിൻ്റെ വിളിയാകുന്നു. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും, ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്കും, കലിയുഗത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും മുരുകയുഗത്തിൻ്റെ പ്രകാശത്തിലേക്കും മനുഷ്യരെ നയിക്കുന്ന ദിവ്യ ദിവസമാണ് തൈപ്പൂയം. ഭഗവാൻ വഴി കാട്ടട്ടെ എല്ലാവരെയും. മുരുകയുഗം വിജയം കൈവരിക്കട്ടെ. ഓം ശരവണ ഭവ.